എല്ലാവർക്കും വണക്കം. തലൈവർ കുഴിച്ച കുഴിയിൽ ലോറൻസ് അണ്ണൻ നട്ട വായിൽ നിന്ന് തെറിച്ച് വീണ പഴം തൊലിച്ചെടുത്ത് അതിനെ അവിച്ച് പുഴുങ്ങി ഉപ്പും മുളകും പെരിഞ്ചീരവും ഒക്കെ ഇട്ട് വരട്ടിയെടുത്ത ഫലൂടെയാണ് ഇന്നത്തെ നമ്മുടെ പടം. കാഞ്ചന 3 എത്ര ബോറാണോ, അരൺമണി 3 അരൺമണി സീരീസിലെന്ന് മാത്രമല്ല സുന്ദർസിയുടെ കരിയറിൽ തന്നെ ഏറ്റവും തല്ലിപ്പൊളി പടമാണ്. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പാർട്ട് 3 ആയതുകൊണ്ട് 3 നായികമാർ 3 സമയം ഇൻസെസ്റ്റ് കോമഡി അതേപോലത്തെ പരിപാടിയൊന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ ലോറൻസ് അണ്ണൻ തന്നെ വരണം. അയാൾ ആ സെറ്റ് അയച്ച് കാസറ്റ് ഇവിടെ കൊണ്ട് തരുന്നത് വരെ തന്നെ വിടുന്ന പ്രശ്നമില്ല. അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ എനിക്ക് ചിലപ്പോ ഓടിക്കളയാൻ തോന്നുന്നു. ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ. അപ്പോൾ പടം തുടങ്ങുമ്പോൾ ഗാന്ധിജിയുടെ കാലത്തുള്ള ഒരു ടേപ്പ് റെക്കോർഡറിൽ നിന്ന് ഡോൾബി അറ്റ്മോസ് സൗണ്ട് ക്ലാരിറ്റിയിൽ താരാട്ട് പാട്ടും കേട്ട് ഒരു കൊച്ചിരുന്ന് കാലം കുടക്കി പെയിന്റ് അടിക്കുകയാണ്. പെട്ടെന്നാണ് അതിനേക്കാൾ ഒച്ചയിൽ ആരോ പെയിന്റ് അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ താണ്ടെ കൈയില്ലാത്ത പ്രേതം അവളെക്കാൾ നിന്നിട്ട് പെയിന്റ് അടിക്കുന്നു. കൊച്ചു പേടിച്ചെന്ന് കട്ടിൽ കയറി കൊതുകോല പിടിച്ചിടും. ഓഫ്കോഴ്സ് കൊതുകിന് പോലും കയറാൻ പറ്റാത്തടത്ത് എങ്ങനെ പ്രേതം കയറും? പക്ഷെ അവർക്ക് തെറ്റി. പ്രേതം പല്ലിയെ പോലെ സീലിംഗ് വഴി താഴോട്ടിറങ്ങും. ചിലന്തി പോലത്തെ ചകരിത്തല മൂക്കി കയറി ആരായാലും തുമ്മില്ലേ? എന്താ ഞാൻ തുമ്മിയതാ. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കുന്നത്? അങ്ങനെ തുമ്മി പണ്ടാരടങ്ങിയിട്ടാണെന്ന് തോന്നുന്നു അവളുടെ അച്ഛൻ അവളെ ബോർഡിംഗ് സ്കൂളിലോട്ട് മാറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഫാമിലിയെ കണ്ടല്ലോ, കൊച്ചു പ്രായതം ഉണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ പാരിജാതം പൂത്തുന്ന കരുതി ഉമ്മറത്ത് കുടയും പിടിച്ചിരിക്കുന്നവനാണ് ഈ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ സമീന്ദർ. പിന്നെ ഇതൊക്കെ ഇതിനേക്കാൾ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വർഷം 18 കഴിഞ്ഞു. ഇപ്പോൾ അരൺമനയിൽ താമസിക്കുന്ന നമ്മുടെ സമീന്ദറിൻ്റെ ഏതോ വകയിലുള്ള കുറേ ബന്ധുക്കളാണ്. അവരെയൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് അടുത്ത ഹൊറർ സീൻ വേണ്ടേ? തരാം. ചുമ്മാ തൂണ്ട പുറകിൽ നിന്ന് കൊച്ച് കഥ തുറന്ന് നോക്കുമ്പോൾ ഒരു അദൃശ്യകാരം വോളിബോൾ വെച്ച് ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കുന്നു. അപ്പം തന്നെ ആ കൊച്ച് ഇത് കണ്ട് പേടിച്ച് 4 സൈഡും തുറന്നു നടക്കുന്ന ഒരു ടേബിളിൻ്റെ അടിയിൽ കയറി വിളിക്കും. ഈ വീട്ടിലെ പിള്ളേർക്കൊന്ന് വിളിക്കാൻ അറിഞ്ഞോടെന്ന് തോന്നുന്നു. എന്തായാലും കൊച്ചിങ്ങനെ ഇരുന്ന് പേടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ അമ്മച്ചി അതിനെ പിടിച്ചോണ്ട് പോയിട്ട് വീട്ടിലൊരു മൂത്ത തള്ളയോട് കൊച്ചിനെ നോക്കിയില്ല എന്ന് പറഞ്ഞ് ചീത്ത പറയും. അവരാരാ മോള്, അവർ നല്ല ബേഷ പറയും. പക്ഷെ അത് കേട്ട് കഴിഞ്ഞിട്ട് ആ ചേച്ചിയുടെ റിയാക്ഷൻ കണ്ടോ? അപ്പോൾ ഈ സീനിൽ തന്നെ നോക്കിയാൽ അറിയാം ഇത് മൊത്തത്തിലൊരു നാടകം സെറ്റപ്പാണ്. ക്യാമറ ദാ ഇങ്ങോട്ട് വരുന്നു. ചെസ് നമ്പർ 1 പോകൂ, ഇനി അടുത്തത് ചെസ് നമ്പർ 3 വരൂ, ഇനി ചെസ് നമ്പർ 4 വരൂ. ഇതേപോലത്തെ സെറ്റപ്പ് ഇതിനു മുമ്പ് കണ്ടത് അങ്ങ് സ്റ്റാർ മാജിക്കിലാണ്. അപ്പോൾ ഈ സീൻ്റെ അവസാനം സമീന്ദർ വരും. പുള്ളിയുടെ ഡ്രൈവറോട് പറയും പോയി കിടന്ന് ഉറങ്ങിക്കോ. പക്ഷേ അതിന് മുമ്പ് കൊട്ടാരത്തിലെ എല്ലാ ലൈറ്റും ലിറ്ററലി എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയെന്ന്. ഈ കൊട്ടാരത്തിൻ്റെ ഒരു സൈഡിൽ തന്നെ 19 ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ക്ലോക്കിൽ വരെ ലൈറ്റ്. പക്ഷേ ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഡ്രൈവർ. അണ്ണൻ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഓഫ് ചെയ്ത് തുടങ്ങും. അണ്ണ നമ്മുടെ പുറകിൽ ലൈറ്റ്. പക്ഷേ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ചെവറ്റിൽ ഒരു പൊത്തിൽ നിന്ന് പൂമ്പാറ്റ വരുന്നത് കണ്ട് നഴ്സറി പിള്ളേരെ പോലെ അടുത്തോട്ട് ചെല്ലും. നമ്മളൊക്കെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും പാതിരാത്രിക്ക് ഒരു ഉറുമ്പുകൂട് കണ്ടാൽ തന്നെ മാറി നടക്കും. പക്ഷേ നാട്ടിലെ സകല എമ്പോക്കിത്തരവും കാണിച്ചിട്ട് ഈ പ്രേത സിനിമയിലെ വില്ലന്മാരുടെ ധൈര്യം ഇച്ചിരി കടുപ്പം തന്നെ. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അണ്ണൻ നേരെ പൊത്തിൻ്റെ അടുത്തോട്ട് ചെല്ലും. പിന്നെ പറയണ്ടല്ലോ, ഒറ്റയടിക്ക് ടോട്ടൽ കറണ്ട് കാണും. അപ്പോൾ ഈ മൊത്തത്തിലുള്ള കറണ്ട് പോയപ്പോൾ സമീന്ദാറിൻ്റെ റൂമിൻ്റെ കറണ്ട് പോയല്ലോ. അപ്പോൾ അതിന് ചീത്ത പറയാനായിട്ട് ഡ്രൈവറെ തപ്പിപ്പോവും. തപ്പി അയാളുടെ പുറകെ പോയി പോകുമ്പോൾ അണ്ണൻ കുറേ പൂമ്പാറ്റകളായിട്ട് പറന്നു പോകും. നോക്കുമ്പോൾ നാണ്ട പൂളിൽ അണ്ണൻ ചത്ത് കിടക്കുന്നു. ഇയാൾ ചത്തേൻ്റെ ടെൻഷനാണോ അതോ നാളെ ഈ ലൈറ്റൊക്കെ ആരും ഓൺ ചെയ്യുമെന്നുള്ളതിൻ്റെ ടെൻഷനാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇയാൾ മരിക്കുമ്പോഴത്തേക്കും കാണാൻ നായിക വരുന്നു. നായിക വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നായകനും വരും. നായകൻ എന്ന് പറഞ്ഞൊരു കോലത്തിനെ കൊണ്ട് നിർത്തിയിട്ട് എല്ലാ പണിയും എടുക്കുന്ന സുന്ദരനാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത അരൺമനെ 1 വിനയ്, അരൺമനെ 2 സിദ്ധാർത്ഥ്, അരൺമനെ 3 ആര്യ. അപ്പോൾ ഇവരൊക്കെ കൂടെ വന്നു കഴിയുമ്പോൾ പ്രേതത്തിൻ്റെ ഹൊറർ കൂടും. സാധാരണ പ്രേതങ്ങളൊക്കെ ആൾക്കാരെ പേടിപ്പിക്കാൻ കഷ്ടപ്പെട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് പ്രേതം മാത്രം ഏതാണ്ട് കമ്മ്യൂണിറ്റി എൻറിച്ച്മെന്റ് പ്രോഗ്രാം പോലെയാണ്. പാട്ട് പാടി കൊടുക്കുക, പെയിന്റ് അടിച്ച് കൊടുക്കുക, ബാസ്കറ്റ് ബോൾ കളിക്കുക, മുടി കെട്ടി കൊടുക്കുക, അമ്യൂസ്മെന്റ് റൈഡിന് കൊണ്ടുപോകുക, പ്രേതങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ലോഡ് ചളിക്ക് ശേഷം വീണ്ടും വോളിബോൾ എൻട്രി. പ്രേതത്തിൻ്റെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നാഷണൽ ഹൈവേ പോലെ വിശാലമായ ടേബിളിൻ്റെ അടിയിൽ ഒളിച്ച കൊച്ച് ഇപ്പം പ്രേതത്തിൻ്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് ഏത് സമയത്തും കളിക്കാൻ വിളിക്കും. പക്ഷേ പാതിരാത്രിക്ക് കളിക്കാൻ വിളിച്ച ആ കൊച്ചിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമുക്കാണെങ്കിൽ ഉറങ്ങി കിടക്കുമ്പോൾ കളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അതുകൊണ്ട് കൊച്ചി എന്ന കാര്യം പറയും വളരെ മാന്യമായിട്ട്. മേലാൽ വിളിക്കരുത്, പകലൊക്കെ വിളിക്കുന്നത് അന്തത്തൊണ്ടല്ലോടാ മൈരേ തായോളി പൂ. കാര്യം ഫ്രണ്ടൊക്കെ തന്നെ. പക്ഷേ പ്രേതത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് പ്രേതത്തിന് കൊടുക്കണമല്ലോ. അത് കൊടുത്തില്ലെങ്കിൽ കണ്ടല്ല. പിന്നെ പ്രേതം എന്താണ് അതിൻ്റെ കളിപ്പിള്ളയാണ്. കൊച്ചിങ്ങനെ പോകുന്നു, പുറകെ തീ പിടിക്കുന്നു, തീ ഇങ്ങനെ പിടിക്കുന്നു. ദാണ്ട കൊച്ചിനെ ആരോ പൊക്കിയെടുത്തു. ആരാണത്? വാവ്, സുന്ദരണ്ണൻ. അപ്പോൾ അരൺമണി സീരീസ് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം സുന്ദരണ്ണൻ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അതായത് കൊട്ടാരത്തിലുള്ള ആരെങ്കിലും ആദ്യം വന്ന് സുന്ദരണ്ണനോട് ഈ പ്രേതത്തിൻ്റെ കാര്യം പറയും. അണ്ണൻ ആദ്യം അതിനെ പുച്ഛിച്ച് വിടും. എന്നിട്ട് അണ്ണൻ ഒരു അനുഭവം ഉണ്ടാവും. എന്നിട്ട് അണ്ണൻ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങും. എന്നിട്ട് അണ്ണൻ ഓരോരുത്തരായിട്ട് രക്ഷിക്കാൻ നോക്കും. പക്ഷേ എല്ലാം തേമ്പും.
കസേര ഒന്ന് നനക്കാൻ പറ്റുമെന്ന് പ്രേതത്തിനോട് ചോദിച്ചാൽ അത് പൊക്കി ആകാശത്ത് നിർത്തിയപ്പോൾ തന്നെ ഇനി പ്രേതം ഉണ്ടോന്ന് കവടി നിർത്തി നോക്കേണ്ട ആവശ്യമില്ലെന്ന് അണ്ണന് മനസ്സിലായി. അപ്പോൾ പ്രേതം ഇനി കൊല്ലാൻ പോകുന്ന അടുത്ത ആൾക്കാരെ രക്ഷിക്കാനായിട്ട് ചെല്ലും. അപ്പോൾ എന്തായാലും കൊട്ടാരത്തിലെ ഡ്രൈവറെ കൊന്നു. ഇനി അടുത്തത് കൊട്ടാരത്തിലെ അരിവെപ്പുകാരൻ. അവൻ ചത്തത് അവൻ്റെ കയ്യിലിരിപ്പിനാണെന്നേ ഞാൻ പറയും. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വാഷ് ബേസിൻ്റെ അതൊന്ന് പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനകത്തോട്ട് കണ്ണിട്ട് നോക്കൂ. പൊട്ടണെന്ന് പറഞ്ഞാൽ ലോക പൊട്ടനാണ്. ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ വാഷ് ബേസിനായതുകൊണ്ട് കുഴപ്പമില്ല. വല്ല കക്കൂസിനകത്ത് നിന്നാണ് കേട്ടിരുന്നെങ്കിലോ? അയ്യേ എന്തൊരു വൃത്തിയായിട്ട ലാംഗ്വേജ് അത്. കൺട്രിമാൻ ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. അപ്പോൾ പ്രേതം എന്തായാലും അവനെയും തട്ടും. അപ്പോൾ ഈ വീട്ടിൽ ഈ പ്രേതത്തിൻ്റെ ശല്യം ഇങ്ങനെ കൂടി വരികയാണല്ലോ. പ്രേതം അവിടെ അങ്ങ് വെള്ളയാടുകയാണ്. അപ്പോൾ ഈ പ്രേതത്തിൻ്റെ ശല്യം ഒഴിപ്പിക്കാനായിട്ട് മലമുകളിലുള്ളൊരു സ്വാമിജിയെ കാണാനായിട്ട് സുന്ദരണ്ണൻ ചെല്ലും. അപ്പോൾ ആ സ്വാമി എന്ത് ചെയ്യുമെന്നറിയാം, ആ വീട്ടിൽ പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു പലക കൊടുത്തു വിടും. ഏത് മറ്റില്ല വയറിളക്കമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. സാറാ എൻ്റെ അപ്പൻ്റെ ആരെങ്കിലും ആണോ? എന്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. അല്ല സാർ കഥ പറഞ്ഞു. എന്തായാലും ആ കൊണ്ടുവന്ന ഓജോ ബോർഡ് പലക വാക്യൂം ക്ലീനർ പൊടി വലിച്ചെടുക്കുന്ന പോലെ പ്രയത്നം വലിച്ചെടുക്കും. അതിൻ്റെ കൂടെ പുറത്തിരുന്ന് മന്ത്രം പറയുന്ന ചാമിയുടെ ഫ്രണ്ടിലെ തങ്കപുഷ്പത്തിൽ നിന്ന് ഒരു കാടക്കൊഴി ഇങ്ങനെ പൊങ്ങി വരും. എക്സോസിസത്തിൻ്റെ ഓരോ വെറൈറ്റികളെ. അപ്പോൾ അവിടെ മൊത്തം 2 പ്രേതമുണ്ട്. അതിന് ഒരെണ്ണമാണ് ഈ കാടക്കൊഴി, രണ്ടാമത്തത് ആര്യയുടെ ദേഹത്താണ്. പിന്നെ കൂടെ ഉള്ളവരൊക്കെ ചത്ത് മളിക്കുന്നുണ്ട് പേടിച്ചിട്ട് സമീന്താടെ നേരെ കാട്ടിലെ ചാമിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ശൂലത്തിന് തീ പിടിക്കും. ഇത് കണ്ട് പേടിച്ചിട്ട് സാമിയാർ ചോദിക്കും, നിനക്ക് ചാവണം, ഞങ്ങൾക്ക് ചത്താ പോരാടാ, എന്തിനാടാ എന്നെയും കൂടെ കൊല്ലിക്കുന്നത്? A few minutes later. അപ്പോൾ കാര്യങ്ങൾ ഇത്ര സീരിയസ് ആകുമ്പോൾ ഇനി കുറച്ച് ഫണ്ണ് വേണമല്ലോ. ഹൊറർ കോമഡി ആണല്ലോ. പക്ഷേ എന്തായാലും കോമഡിക്ക് പകരം കോമഡി സപ്ലൈ ചെയ്യുന്ന ലോറൻസ് അണ്ണൻ്റെ പരിപാടി ഒന്നും ഇവിടില്ല. സുന്ദരണ്ണൻ അതിനൊരു ഫോർമാറ്റ്. ഒരു തൊലിപ്പ് ഒരു വളിപ്പ്, ഒരു തൊലിപ്പ് ഒരു വളിപ്പ്, ഒരു തൊലിപ്പ് ഒരു വളിപ്പ്, 2 വളിപ്പ് 3 വളിപ്പ് 4 വളിപ്പ്. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അവസാനം അഭയം തേടിയിട്ട് സമീന്താറും സുന്ദരണ്ണനും കൂടെ മലയിലുള്ള ചാമിയുടെ അടുത്ത് വരും. അവിടെ വെച്ചിട്ട് ഫ്ലാഷ് ബാക്ക്, അതായത് ആൻഡ്രിയയുടെ കല്യാണത്തിന് താലി എടുത്ത് കൊടുക്കാനായിട്ട് സമീന്താറിനെ വിളിക്കും. പക്ഷേ സമീന്താർ തന്നെ ആ താലി അങ്ങ് കിട്ടും. പിന്നെ കല്യാണം കഴിഞ്ഞ് കൊച്ചുണ്ടായപ്പോഴത്തേക്ക് സമീന്താർ ഭയങ്കര ഹാപ്പിയായി. പക്ഷേ പ്രസവം എടുത്ത തള്ളയ്ക്ക് അത് സമീന്താറിൻ്റെ പ്രോഡക്റ്റ് അല്ലെന്ന് മനസ്സിലായി. കാരണം ആ കൊച്ചിൻ്റെ തലയിൽ ഒരു മറുകുണ്ട്, സമീന്താറിനും മറുകുമില്ല. അപ്പോൾ എന്തായാലും ആൻഡ്രിയുടെ കൊച്ചിനെ സമീന്താർ തട്ടും. കാരണം ഒരു താഴെക്കടയിലുള്ള ഒരുത്തൻ്റെ സന്തതി എന്തായാലും കൊട്ടാരത്തിൻ്റെ അവകാശമായിട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ആ സ്ഥാനത്തോട്ട് കൊണ്ടുവന്ന് വേലക്കാരൻ്റെ കൊച്ചിനെ വയ്ക്കും. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. എന്നിട്ട് ആൻഡ്രിയുടെ ബോഡി കൊണ്ടുവന്ന് കാട്ടി കുടിച്ചിടും. പക്ഷേ അവളെ ചത്തടത്തുനിന്ന് ആ വായിച്ച് പുറത്തിറക്കും ഇവളുടെ കാമുകൻ. പക്ഷേ അവളുടെ മൂഞ്ചി കണ്ടിട്ട് ദിസ് ഇസ് നോട്ട് വാട്ട് ഐ ഓർഡർ എന്ന് പറഞ്ഞ് അവൻ ഒരു ഒറ്റ പോക്ക്. എന്തായാലും പ്രയത്തിനെ കുഴിന്നൊക്കെ പുറത്തിറക്കിയല്ലോ. ഇനി പ്രയത്തിൻ്റെ റിവെഞ്ച്. ആദ്യം മറു കണ്ടുപിടിച്ച അമ്മച്ചി. അമ്മച്ചി എന്റെ മോളെ വന്നൊന്ന് നോക്കിക്കേ, എന്ത് രസമാ. അതിലൊന്നും ഇല്ലല്ലോ മോളെ, എങ്ങനെ കാണുന്നുള്ള നീ അതിനെ ഫിനിഷ് ചെയ്തില്ലേ? ഇതാണെന്ന് തോന്നുന്നു ശരിക്കുള്ള ഹൊറർ കോമഡി. അപ്പോൾ ഇതിനിടയ്ക്ക് കാമുകനും പടമാവുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ തന്ത തന്നെ ആൻഡ്രിയെ ആവാഹിക്കും. എന്നിട്ട് മോനെ കൊന്നത് സമീന്താറാണെന്ന് അറിയുമ്പോൾ അവനെയും തിരിച്ച് ചത്തറത്തുനിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വരും. എന്നിട്ട് 2 പ്രയത്തിനും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് ഇറക്കി വിടും. അപ്പോൾ ഈ പ്രയത്തിന് 2 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് സമീന്താറിനെ തട്ടണം, 2 നായികയെ കൊല്ലണം. കാരണം നായിക ജീവിക്കുന്ന അവരുടെ മോള് ജീവിക്കേണ്ട ജീവിതമാണല്ലോ. അപ്പോൾ ഇത്രയും പവർഫുൾ പ്രേതം ആയതുകൊണ്ട് ഇതിനെ പൂട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വലിയ വിളക്കിൽ ആ തിരി അങ്ങ് കത്തിക്കണം. പിന്നെ പറയണ്ടല്ലോ, ആര്യയൊക്കെ നോക്കൂത്തിയായിട്ട് നിർത്തിയിട്ട് സുന്ദരണ്ണം തന്നെ അതിസാഹസികമായിട്ട് ആ തിരി അങ്ങ് കത്തിക്കും. അപ്പോൾ തീ എത്തിയപ്പോൾ ലൈറ്റ് എത്തുന്നൊരു സിംഹം വന്ന് 2 പ്രേതങ്ങളെ തട്ടിയിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങും. അങ്ങനെ ഈ പ്രേതങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കച്ചറ ഫാമിലി വീണ്ടും ഹാപ്പിയായി. പക്ഷേ കഥ ഇവിടെ നിന്നൊന്നും തീരുന്നില്ല. டேய் டீசெண்டா போ, கத்தாத அண்ணன் கத்துறா டேய். இந்தடா